തേനികൾ ഹാർഡ്വെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന ഫിലിപ്സിന്റെ ഒരു എയർ പ്യൂരിഫയർ ആണ്. പക്ഷെ ഞങ്ങളിത് വിൽക്കുന്നതല്ല, ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്കിത് ഫസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിലൊരു 4 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. അത് നമ്മുടെ ഫിൽറ്ററിന്റെ, അതായത് റൂമിലുള്ള പൊടീൻ്റെ അനുസരിച്ചാണ് ഇതിനകത്ത് ലൈറ്റ് വരുന്നത്. ഈ കളർ എന്ന് പറയുന്നത് കളർ മാറിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഫസ്റ്റ് സ്പീഡിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്പീഡ് ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് സ്പീഡ്, ഇത് തേർഡ്, പിന്നെ ഇതിൽ വളരെ സ്പീഡിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഇടാം. അപ്പോൾ രാത്രി വളരെ പയ്യെ, പകല് കുറച്ച് സ്പീഡിലും ഫിൽറ്റർ ആവും. പിന്നെ നമുക്കൊരു നൈറ്റ് മോഡൊക്കെ ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് സെൻസർ വെച്ചിട്ട്, ഇത് നൈറ്റ് ആണെങ്കിൽ നമുക്ക് നൈറ്റ് ഇട്ട് വെക്കാം. പിന്നെ ഇത് ഓഫ് ആക്കാനുള്ള സ്വിച്ചും, പിന്നെ ഒരു പിള്ളേർക്ക് തൊടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ചൈൽഡ് ലോക്ക് ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിട്ടുണ്ടെങ്കിൽ മറ്റേ ഫാനിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ഫാനിൻ്റെ ഉപയോഗം ഇതും കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം റൂമിലുള്ള ഡസ്റ്റ് എല്ലാം, മറ്റേ എയർ എല്ലാം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു തണുപ്പും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ചെറിയ സ്പീഡിൽ ഫാൻ ഇടുന്ന പോലത്തെ ഒരു സുഖം കൂടി ഉണ്ട്. പിന്നെ നമുക്ക് റൂമിലുള്ള എല്ലാ പൊടികളും ഇത് ഫിൽട്ടർ ചെയ്ത് ഒരു പൊടിയില്ലാത്ത രീതിയിലാക്കി തരും. അതിനിവിടെ ഒരു സെൻസറും കൂടി ഉണ്ട്. സെൻസർ ഒരു മാസം കൂടുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണം. ഇവിടെ ഇത് ഒരു സൈഡിൽ കൂടെ പുറത്തേക്കുള്ള ഇതും ഒന്ന് അകത്തേക്കൂടെ ഉള്ള പൊടികളെല്ലാം സെൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പൊടി കൂടുതലുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ലൈറ്റുകൾ മാറും. നല്ല പൊടി ഉണ്ടെങ്കിൽ റെഡ് ലൈറ്റ് ആയിരിക്കും കത്തുക. പൊടി വളരെ കുറവാണെങ്കിൽ ബ്ലൂ ലൈറ്റ് ആണ്. പിന്നെ അത് 4 ഫിൽറ്റർ ഉണ്ടെന്ന് പറയണ്ടേ. ഞാൻ 3 ഫിൽറ്ററേ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് ഇവിടുന്ന് ഒരു മാഗ്നറ്റിക് ആയിട്ട് ഇതിങ്ങോട്ട് ഊരിയെടുക്കാം. ഇതാണ് ഫസ്റ്റ് ഫിൽറ്റർ. ഇതിനകത്ത് വലിയ ഡസ്റ്റുകളെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് കളട്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് കഴുകേണ്ടത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പൊടി ഇങ്ങനെ ഉണ്ടാവും ഇതിനകത്ത്. പിന്നെ രണ്ടാമത് വരുന്നത് ബാക്ടീരിയ ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് കരിയാണ്, ബാക്ടീരിയാസ് ഒക്കെ ഇതിലേക്ക് പിടിച്ചോളും. പിന്നെ നമുക്ക് നോർമലായിട്ട് വരുന്ന പോലത്തെ വണ്ടിക്കൊക്കെ വരുന്ന പോലത്തെ ഒരു ഫിൽറ്ററാണ്. പിന്നെ അത് കണ്ടാൽ അറിയാം എല്ലാവർക്കും ഇതിനകത്തൊരു പൊടി പിടിച്ചേക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. അത്രയും പൊടിയുണ്ട്. നമ്മൾ ഈ റൂം എന്ന് പറഞ്ഞാൽ എന്നും അടിച്ചു വാരി ക്ലീൻ ആക്കുന്ന റൂമാണ്. എന്നിട്ട് തന്നെ ഇത്രയും പൊടി ഈ റൂമിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫിൽറ്റർ വെക്കുന്നതിൻ്റെ അടിഭാഗത്ത് കുറച്ചും കൂടി അധികം പൊടിയായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ എയർ ഇങ്ങനെ വലിക്കുന്നതുകൊണ്ട് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരാഴ്ച കൂടിയിട്ട് ഇതിങ്ങനെ നീക്കി വെക്കുമ്പോൾ ഇവിടെ പൊടി കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. അത് എന്തെങ്കിലും കാരണം ഉണ്ടാവും. ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാവുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്യൂരിഫയറിന് ഇത്രയും ഫെസിലിറ്റീസിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് നമുക്ക് ഈ ഫിൽറ്ററുകളും ഈ എയർ മതിയായിരുന്നു. ഇപ്പോൾ ഒരുപാട് സെൻസറുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് കുറച്ചിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത, സെൻസേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്യൂരിഫയർ ഉണ്ടാക്കിയാലും മതിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം അലർജീസും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് വാങ്ങുന്നത് വളരെ നല്ലതാണ്. നമ്മൾ വെറുതെ ആശുപത്രി പൈസ കളയുന്നതിനേക്കാൾ നല്ലത് ഇതേപോലത്തെ സാധനങ്ങളിൽ ആ പൈസ കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക.